നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കല്ല് വിരിക്കാൻ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് ഏകദേശം എത്രത്തോളം വരും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഏരിയ അപ്രോക്സിമേറ്റ് അളക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ടീമുകൾ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവരുണ്ട്, സ്ഥാപനമായിട്ട് ചെയ്യുന്നവരുണ്ട്, അതല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഹിസ്റ്ററി നോക്കിയിട്ട് അവരെ വർക്കുകൾ നോക്കിയിട്ട് വേണം നമ്മൾ അവർക്ക് വർക്ക് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു കോട്ട് അവരുടെ അടുത്ത് എടുക്കുമ്പോൾ കംപ്ലീറ്റ്ലി എന്തൊക്കെ സംഗതികളാണ് കൊട്ടേഷനിൽ ഇൻക്ലൂഡഡ് എന്നുള്ളത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോണിന്റെ ക്വാളിറ്റി എങ്ങനത്തതാണ്, പിന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എത്ര തിക്നെസ്സിലാണ് ബേബി മെറ്റൽ, പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് HD ക്വാളിറ്റി ഗ്രാസ് ആണോ, എത്ര ഡെൻസിറ്റി, എത്ര ഡിറ്റെക്സ് ഉള്ള ഗ്രാസ് ആണ്. ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു അറിവുണ്ടായിരിക്കണം. കാരണം ഇതൊക്കെ നമ്മളെ കോസ്റ്റിങ്ങിനെ ബാധിക്കുന്ന കേസാണ്. ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പോൾ ബാംഗിൾ സ്റ്റോണ് 160 ചെയ്യുന്ന ആൾക്കാരുണ്ട്, 130 ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത്രയും പ്രൈസ് വേരിയേഷൻ വരുമ്പോൾ തന്നെ അവിടെ എന്തോ ഒരു ഹിഡൻ സംഗതി അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് പല ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയാണ് മെയിൻ. അപ്പൊ ഇത് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.